ആലപ്പുഴയിൽ മേൽക്കൂര ഇടിഞ്ഞു വീണ കാർത്തികപ്പള്ളി സ്കൂളിൽ ആളിക്കത്തി പ്രതിഷേധം. CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ വലിച്ചെറിഞ്ഞ പ്ലേറ്റ് തലയിൽ കൊണ്ട് മാധ്യമപ്രവർത്തകന് പരിക്കേറ്റു. CPIM പ്രവർത്തകർ വലിച്ചെറിഞ്ഞ കസേര തലയ്ക്ക് കൊണ്ട കോൺഗ്രസ് പ്രവർത്തകനും പരിക്കേറ്റു. ക്ലാസുകളിൽ നിന്നും കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആശങ്കയോടെ ഓടിയെത്തി രക്ഷിതാക്കൾ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വിട്ടുകിട്ടണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി ഞങ്ങൾക്ക് നോക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വേണം. ഏത് ക്ലാസ്സിലാന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വേണം. ചോറ് വരെ കുഞ്ഞുങ്ങളെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ആ പിള്ളേരെ വിടണം. ഞാൻ എന്റെ കുഞ്ഞിനെ രാവിലെ എന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചാ വന്നത്. ഈ പാർട്ടിക്കാർ ഇത് അഹങ്കാരമാണ്. ഈ പാർട്ടിക്കാരെല്ലാം എവിടെ ആയിരുന്നു? ഈ രാഷ്ട്രീയക്കാരെല്ലാം ഇത് വീഴുന്നതിന് മുമ്പേ എവിടെ ആയിരുന്നു? സംഘർഷത്തിൽ പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച് കായംകുളം DYSP സ്കൂളിനകത്ത് സംഘർഷമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ചത് സ്കൂളിന് പുറത്തെന്നും DYSP ബിനുകുമാർ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, എല്ലാം പുറത്ത് വെച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ ഭാഗത്തായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. 2-3 പേര് മാത്രമേ സ്കെൽട്ടൺ പാർട്ടി അകത്തുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സ്കൂളിനകത്ത് കയറില്ല എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പുറത്ത് മൊത്തം പോലീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും അറസ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, കേസെടുക്കുന്നുണ്ട്. PS അനുരാഗാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം കാർത്തികപ്പള്ളി സ്കൂളിൽ നിന്ന് ചേരുന്നത്. അനുരാഗ്, ഒരു സ്കൂളിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഒരു മേൽക്കൂര ഇടിഞ്ഞു വീണു. അത് ഒരു അവധി ദിവസമായതിനാൽ തന്നെ കുഞ്ഞുങ്ങളെല്ലാം രക്ഷപ്പെട്ടു, ഒരു ദുരന്തം ഒഴിവായി. ഇന്നിപ്പോൾ ആ സ്കൂളിനുള്ളിലേക്ക് രാഷ്ട്രീയം കടന്നു ചെന്നു. പാർട്ടി പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും CPIMകാരും തമ്മിൽ തല്ലുന്ന കാഴ്ചയുണ്ടായി. അതെല്ലാം കുഞ്ഞുങ്ങളെ സാക്ഷി നിർത്തുകയാണ്. അവിടെ പോലീസിന്റെ ഒരു നിഷ്ക്രിയത്വം, പോലീസ് ഒന്നും ചെയ്യാൻ സാധിക്കാതെ നോക്കി നിൽക്കേണ്ടി വന്നതും നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ആ സ്കൂളിലെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി വീടുകളിലേക്ക് മടക്കി അയച്ചോ? രാവിലെ മുതൽ സംഘർഷഭരിതമാണ് കാർത്തികപ്പള്ളി സ്കൂൾ പരിസരം. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഞാൻ നിൽക്കുന്ന ഈ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറിയത്. അവർ പ്രതിഷേധവുമായി ഇരമ്പി പുതിയ സ്കൂൾ കെട്ടിടത്തിൻ്റെ പരിസരത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഈ സമയത്ത് സ്കൂളിനകത്ത് തന്നെ ഉണ്ടായിരുന്ന CPM പ്രവർത്തകർ ഇവരെ വെല്ലുവിളിക്കുന്നു. അങ്ങനെയാണ് ഇത് കയ്യാങ്കളിയിലേക്ക് കടന്നത്. കയ്യാങ്കളി പിന്നീട് ചോരക്കളിയായി മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർ അടക്കം ഗുരുതരമായി പരിക്കേറ്റു. മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറാമാന്റെ പുറംതലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതിനൊപ്പം ഈ പാർട്ടി പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഗൗരവതരമായ സംഭവം. ഈ രാവിലെ മുതൽ സംഘർഷഭരിതമാണ് പ്രദേശം. എന്നിട്ടും കൃത്യമായി പോലീസ് വിന്യാസം ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഗൗരവതരമായ വീഴ്ച. അത് കായംകുളം DYSP ബിനുകുമാർ ന്യൂസ് മലയാളത്തോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ അകത്തേക്ക് ഇവർ പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനൊപ്പം സംഘർഷം ഉണ്ടാകുമെന്ന് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിന് പുറത്താണ് ഈ പോലീസുകാരെ കൂടുതൽ വിന്യസിപ്പിച്ചിരുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ പോലും അകത്തൊരു സംഘർഷമുണ്ടായി. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് കൃത്യമായി ഈ സംഘർഷമുണ്ടാകുന്ന മുഴുവൻ സമയവും ലൈവ് റിപ്പോർട്ടിംഗിലായിരുന്നു. ആ സമയത്ത് നമ്മൾ കണ്ടതാണ് ഏതെങ്കിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ പുറത്ത് നിന്ന് അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നോ എന്ന് നമ്മൾ കണ്ടതാണ്. ആരും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു ചിത്രം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നതിൽ ഒരു പുനഃപരിശോധന വേണ്ടേ എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും സ്കൂൾ ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. സ്കൂളിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. DDയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രവർത്തനം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. കാരണം രക്ഷിതാക്കൾ ആശങ്കയോടെ ഇവിടെ ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങൾ രാവിലെ പഠിക്കാനായി ഇവിടെ എത്തിയതാണ്. പക്ഷേ ഈ സംഘർഷവും ഈ ചോരക്കളിയെല്ലാം കണ്ട് അവർ കുട്ടികളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ഇവിടെ നിന്ന് കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്കൂളിൻ്റെ പ്രവർത്തനം വയ്പ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഒരിക്കലും ഒരു സ്കൂളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായ KSU അടക്കം ഇവിടെ സംഘർഷത്തിൽ ഏർപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അവരോട് ആ തരത്തിൽ തന്നെ ചോദ്യമായി ഉന്നയിക്കുകയും ചെയ്തു. അതിനൊന്നും കൃത്യമായ മറുപടി അവർക്ക് ഉണ്ടായിരുന്നില്ല. തങ്ങളെ പ്രകോപിപ്പിച്ചു, തങ്ങൾ തിരിച്ചടിച്ചു എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ്
മാത്രമാണ് അവർക്ക് നൽകാൻ കഴിഞ്ഞത്. എന്തായാലും ഈ സംഭവത്തിൽ ഇവരെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കായംകുളം DYSP പറഞ്ഞതുപോലെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. എന്തായാലും രാവിലെ മുതൽ തുടങ്ങിയ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിന് ഇവിടെ അയവ് വന്നിട്ടുണ്ട്. ഇപ്പോഴും വിരലെണ്ണാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ സംഘർഷമുണ്ടായ സ്ഥലത്ത് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്ക ഉണ്ട്. എന്നാലും ആളുകളെല്ലാം പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ രക്ഷകർത്താക്കൾ മാത്രമാണ് ഈ പരിസരത്ത് ഉള്ളത്. ശരി, അവിടെ കുഞ്ഞുങ്ങളെ മടക്കി അയക്കുകയാണ്. അവിടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം സ്കൂളിന് ഉച്ചയ്ക്ക് ശേഷം അവധി നൽകിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു VS അനുരാഗ്.